നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 46 വർഷത്തോളമായി ഇന്ത്യൻ തെരുവുകളിൽ സമാനതകളില്ലാത്ത ആധിപത്യം പുലർത്തിയിരുന്ന ജാപ്പാനീസ് വാഹന ഭീമന്മാരായ സുസുക്കിക്ക് ഇന്ത്യയിൽ കനത്ത തിരിച്ചടി. കുറഞ്ഞ വിലയിലും ചുരുങ്ങിയ പ്രവർത്തന ചെലവിലും കാറുകൾ വിപണിയിലിറക്കി രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തിയ മാരുതിയുടെ നോ ഫ്രിൽസ് തന്ത്രമാണ് ഇപ്പോൾ കമ്പനിക്ക് തന്നെ വലിയ വിനയായി മാറുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുകയും കൂടാതെ വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള SUV-കളിലേക്ക് ആളുകൾ ആകൃഷ്ടരാവുകയും ചെയ്തതോടെ മാരുതിയുടെ ചെലവ് കുറഞ്ഞ ഹാച്ച്ബാക്ക് മോഡലുകളുള്ള താല്പര്യം തന്നെ ഇടിഞ്ഞിരിക്കുകയാണ്. ലോകത്തെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയായ ഇന്ത്യയിൽ ഒരിക്കൽ 80% ആധിപത്യം പുലർത്തിയിരുന്ന മാരുതിയുടെ വിപണി വിഹിതം ഇപ്പോൾ എക്കാലത്തെയും താഴ്ന്ന നിലയായ 39% പതിക്കുകയാണ്. ഇന്ത്യക്കാരുടെ മാറുന്ന അഭിരുചികൾ തിരിച്ചറിയുന്നതിൽ ജപ്പാനിലെ സുസുക്കി മാനേജ്മെന്റ് വരുത്തിയ കടുത്ത കാലതാമസമാണ് ഇപ്പോഴത്തെ ഈ തിരിച്ചടിക്ക് കാരണമെന്ന് വ്യവസായ രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു. 10 വർഷം മുമ്പ് തന്നെ കാറുകളിൽ സൺറൂഫുകൾ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മാരുതിയുടെ ഇന്ത്യൻ മാനേജർമാർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിലെ കടുത്ത ചൂടും പൊടിപടലങ്ങളും നിറഞ്ഞ റോഡുകളും കാരണം സൺറൂഫുകൾ അപ്രായോഗികമാണെന്നായിരുന്നു ജപ്പാനീസ് മേധാവികളുടെ നിലപാട്. കൂടാതെ സൺറൂഫ് വെക്കാൻ ശക്തമായ എയർ കണ്ടീഷണറുകളും ക്യാബിൻ ബോഡി ഉറപ്പു നൽകണം. അത് ഉൽപാദന ചെലവ് കൂട്ടി കുറഞ്ഞ വിലയ്ക്ക് വാഹനം എന്ന കമ്പനിയുടെ അടിസ്ഥാന ലക്ഷ്യത്തെ തകർക്കുമെന്നും അവർ ഭയന്നിരുന്നു. അവസാനം 2022 മാത്രമാണ് മാരുതി ആദ്യമായി സൺറൂഫ് ഉള്ള കാർ ഇന്ത്യയിൽ ഇറക്കിയത്. എന്നാൽ ആ സമയത്തിനുള്ളിൽ തദ്ദേശീയ എതിരാളികളായ ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും തങ്ങളുടെ കാറുകളിലെ 1/3 മോഡലുകളിലും സൺറൂഫുകൾ സ്റ്റാൻഡേർഡ് ഫീച്ചറായി നൽകി വിപണി പിടിച്ചടക്കി കഴിഞ്ഞിരുന്നു. 1983 മാരുതി 800 ഇന്ത്യയിൽ എത്തിയതിനു ശേഷം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ 18 മടങ്ങാണ് വളർന്നത്. ഇന്ന് ഇന്ത്യയിലെ ശരാശരി കാർ വാങ്ങുന്നയാളുടെ പ്രായം 35 വയസ്സാണ്. പഴയ തലമുറയുടെ പ്രായം 51 വയസ്സായിരുന്നു. ഈ പുതിയ യുവതലമുറ മാരുതിയെ കാണുന്നത് തങ്ങളുടെ മാതാപിതാക്കളോ കാരണവന്മാരോ ഉപയോഗിച്ച പഴഞ്ചൻ ബ്രാൻഡുകളായിട്ടാണ്. മഹേന്ദ്ര 2021 തന്നെ കാറുകളിൽ ADAS നൽകിയപ്പോൾ മാരുതി അത് അവതരിപ്പിച്ചത് 4 വർഷങ്ങൾക്ക് ശേഷമാണ്. ഡിസ്പ്ലേ സ്ക്രീനുകൾ, വലിയ ടച്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റങ്ങൾ ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കുമെന്ന് കരുതി ജപ്പാൻ മാനേജർമാർ അത് നിരസിക്കുകയും ചെയ്തു. ചെറിയ കാറുകളോടുള്ള താല്പര്യം ഇടിയുകയും ടാറ്റ നെക്സോൺ, പഞ്ച്, മഹീന്ദ്ര SUV പോലുള്ള ഫീച്ചറുകൾ നിറഞ്ഞ SUV വിപണികൾ ഭരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ ഇപ്പോഴും മാരുതി സുസുക്കിക്ക് വലിയ ലാഭം നൽകുന്ന വിപണിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കമ്പനിയുടെ റവന്യൂ $19 ശതകോടി ഇരട്ടിക്കുകയും ലാഭം 3 മടങ്ങ് വർദ്ധിച്ച് $1.5 ശതകോടി ചെയ്തിട്ടുണ്ട്. വിപണിയിലെ നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചുപിടിക്കാൻ സുസുക്കി പുതിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ഇന്ത്യയിലെ ഗവേഷണ വികസന ടീമുകളെ വിപുലീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് നൽകാനും തീരുമാനിച്ചതായി പുതിയ കാർ വിപണിയിൽ എത്തിക്കാനുള്ള സമയം 48 മാസത്തിൽ നിന്ന് 36 മാസമായി കുറയ്ക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു. മെഗാ പ്രീമിയം മോഡലോടെ 2030 ആകുമ്പോഴേക്കും 7 പുതിയ SUV-കളും പ്രീമിയം ഇലക്ട്രിക് കാറുകളും വിപണിയിൽ ഇറക്കാനാണ് ഇപ്പോൾ മാരുതി ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ കാർ പ്രേമികളുടെ മാറി വരുന്ന താല്പര്യങ്ങൾക്കനുസരിച്ച് വിപണിയിൽ കൂടുതൽ ഹൈടെക് മോഡലുകൾ എത്തിച്ചാൽ മാത്രമേ മാരുതിക്ക് ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഭീഷണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ വരുമാനം ഉയർന്നതോടെ സൺറൂഫ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ സിസ്റ്റം, വൻകിട SUV-കൾ തുടങ്ങിയ ആധുനിക സവിശേഷതകളോടുള്ള താല്പര്യം കൂടി വ്യക്തമാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ആഭ്യന്തര ചെലവ് ചുരുക്കൽ നടപടികളിലൂടെയും പ്രവർത്തനക്ഷമത കൂട്ടിയും വർദ്ധിച്ച ചെലവുകൾ കമ്പനി തന്നെ വഹിക്കുകയാണ്. എന്നാൽ ആഗോളതലത്തിൽ പണപ്പെരുപ്പ ഭീഷണിയും അസംസ്കൃത വസ്തുക്കളുടെ രൂക്ഷമായ വിലവർദ്ധനവും കാരണം നിർമ്മാണ ചെലവിന്റെ ഒരു പങ്ക് ഉപഭോക്താക്കളിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകുന്നുവെന്ന് മാരുതി സുസുക്കി വ്യക്തമാക്കി. പുതിയ കാർ വാങ്ങാൻ പദ്ധതിയിടുന്ന ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യ വീണ്ടും കാർ വില വർദ്ധിപ്പിക്കുന്നുവെന്നും പറയുന്നു. വരും മാസമായ ഓഗസ്റ്റ് മുതൽ തങ്ങളുടെ വിവിധ മോഡലുകൾക്ക് ഘട്ടം ഘട്ടമായി വില കൂട്ടുമെന്ന് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. മോഡലുകൾക്കും വേരിയന്റുകൾക്കും അനുസരിച്ച് 30,000 രൂപ വരെയാണ് വിലയിൽ ഉണ്ടാകുന്ന വർധനവ്. വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില തുടർച്ചയായി ഉയരുന്നതാണ് ഈ വില വർധനവിന് സുപ്രധാന കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷം ഇത് 2-ാം തവണയാണ് മാരുതി തങ്ങളുടെ വാഹന നിരയിലാകെ വില വർദ്ധിപ്പിക്കുന്നത്. അടുത്തിടെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടായ കുതിച്ചുചാട്ടം ചൂണ്ടിക്കാട്ടി ജൂണിലും കമ്പനി 30,000 രൂപ വരെ വർദ്ധിപ്പിച്ചിരുന്നു. എൻട്രി ലെവൽ മോഡലുകളായ ജനപ്രിയ ഹച്ച്ബാക്കുകളും ഓട്ടോ, കേട്ടൻ, എക്സ്പ്രസോ, വാഗണർ, സ്വിഫ്റ്റ് ഡിസയർ, ബലോനോ, സിഗ്മ ഇഗ്നിസ്, ഗ്രാൻഡ് വിറ്റാര, ഫ്രോങ്സ് എന്നീ മോഡലുകളും MVP പ്രീമിയം മോഡലുകളായ എർട്ടിഗ, ഇൻവിക്ടോ തുടങ്ങിയ മോഡലുകൾക്കെല്ലാം വില വർധനവ് ബാധകമാകുമെങ്കിലും ഓരോ മോഡലിന്റെയും നിരക്കിലെ മാറ്റം വ്യത്യസ്തമായിരിക്കും. അടുത്തിടെ വിൽപ്പനയിലെ മികച്ച നേട്ടമുണ്ടാക്കിയ ശേഷമാണ് കമ്പനിയുടെ പുതിയ പ്രഖ്യാപനം വരുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വിൽപ്പനയായ 2,42,688 യൂണിറ്റുകൾ മാരുതി വിറ്റഴിച്ചിരുന്നു. ജൂണിൽ 2,390,000 യൂണിറ്റുകളായിരുന്നു കമ്പനിയുടെ മൊത്തം വിൽപ്പന. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റിലെ പുതിയ വില വർധനവിന് മുൻപായി പുതിയ കാറുകൾ ബുക്ക് ചെയ്ത് ഡെലിവറി എടുപ്പിക്കാൻ ഉപഭോക്താക്കൾ തിരക്ക് കൂട്ടുമെന്നാണ് ഡീലർഷിപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ.